ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ട്രിവാൻഡ്രം പോവാണ്. അപ്പോൾ പോകുന്ന എവിടാന്നൊക്കെ വഴിയെ കാണാം. നമ്മളിപ്പോൾ ഇവിടുന്ന് ബസ്സിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഓൾറെഡി പ്ലാൻഡ് അല്ലാത്തൊരു ട്രിപ്പാണിത്. അതുകൊണ്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതും ട്രെയിൻ കയറിയതൊക്കെ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 1 hour ട്രാവലിങ്ങേ ഉള്ളൂ ട്രിവാൻഡ്രത്തേക്ക്. അപ്പം ബാക്കി എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ട്രെയിനിൽ തന്നെ ഇരുന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രം മ്യൂസിയം, അവിടെ തന്നെ അടുത്താണല്ലോ സൂം, അപ്പോൾ അവിടെയും കയറാമെന്ന് വെച്ചിട്ടാണ് പോയത്. ഞങ്ങളിതാ പോവുകയാണ്. ഗൈസ്, ഞങ്ങൾ എവിടെത്തി? തിരുവനന്തപുരം, ട്രിവാൻഡ്രം സെൻട്രൽ. അയ്യോ വെയില്. നമ്മൾ എങ്ങോട്ടാ പോന്നേ? നമ്മൾ പോകണം ഇങ്ങോട്ടെങ്കിലും ഒക്കെ. ഗായ്സ്, ഞങ്ങളിതാ ട്രിവാൻഡ്രം സെൻട്രലിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു ഓട്ടോയിൽ കയറി നേരെ പോകുന്നത് മ്യൂസിയത്തിലേക്കും സൂയിലേക്കും ആയിരുന്നു. പിന്നെ ഒരു 50 minutes പോലും എടുത്തില്ല. 50 minutesനകം തന്നെ ഞങ്ങളിവിടെ എത്തിയിരുന്നു. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, ഞങ്ങളിതാ മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ് ട്രിവാൻഡ്രം. അപ്പൊ ഇവിടെ കാണാനുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. കയറി വരുമ്പോ തന്നെ ഇങ്ങനൊരു സംഭവമാണ്. എനിക്കിവിടെ കയറി വന്നത് ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ കബൺ പാർക്കാണ് ഗൈസ് ഓർമ്മ വന്നത്. അവിടെ സെയിം ഉണ്ട്, ഇതേ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ അവിടെ ഒരു പ്രതിമയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല, എങ്കിലും അതിൻ്റെ ഒരു സെയിം ആംബിയൻസ് ആയിട്ടാണ് തോന്നിയത്. എന്താ കരയുന്നേ? എടുത്തു തരാ നിക്ക്. നമ്മൾ മ്യൂസിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ കാണണ്ടേ. ഇവിടെ ഫുള്ള് തോട്ടമാണെന്നാ തോന്നുന്നത്, കുറേ പൂക്കളും കാര്യങ്ങളും. അവരവിടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ട്രിവാൻഡ്രം മ്യൂസിയം. കാണാം. മ്യൂസിയത്തിൻ്റെ അകമൊന്നും കയറി കാണാൻ നിന്നില്ല ഗൈസ്, അതിനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിറങ്ങാനുള്ള ടൈമൊക്കെ നമുക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എല്ലാം കാണുകയും വേണം. അപ്പോൾ ഈ മ്യൂസിയത്തിനകം കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകമൊക്കെ കാണാൻ പറ്റും. പിന്നെ കൂടെ വന്നവർ പറഞ്ഞത് പണ്ടത്തെ പുരാതന വസ്തുക്കൾ ഇരിക്കുന്നതൊന്നും കാണണ്ട, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ടൈമും വളരെ കുറവായിരുന്നു ഗൈസ്. പിന്നെ സൂവിൽ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്, അത്യാവശ്യം ടൈം അവിടെ പോകും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് മ്യൂസിയത്തിൻ്റെ എല്ലാ പോർഷനും ഒന്ന് കവർ ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവരിവിടെ ഫോട്ടോ എടുക്കാനാണെന്ന് തോന്നുന്നു ഗൈസ് വന്നിരിക്കുന്നു. അവളത് കിടന്നു ഇരുന്നും ഒക്കെ എടുക്കാണ്. ആവുന്നതാ മതി ദള്ളിന് മതി. ഗായ്സ്, ഊഞ്ഞാൽ അടിപൊളി. കൊറേ നാൾക്ക് ശേഷം കയറിയിട്ട് നല്ല വൈബുണ്ട്. അഹങ്കാരം കാണിച്ചാൽ താഴെ കിടക്കും. ചില്ലാട്ട ഓർഡർ ചില്ലാട്ടൊക്കെ പണ്ട്, ഇപ്പൊ ഇല്ല. നമുക്ക് കുത്തി കിടക്കാം അവിടെ. ഇതൊക്കെ ഒരു കാലം. ഉമ്മച്ചാമായ പപ്പയെന്ന് ഉരുട്ടിയിടുന്നതാണ് ഗൈസ്. ഇതെന്താ, കരിക്കാണോ അറിയില്ല, എന്തൊക്കെയോ സാധനമൊക്കെ ഉണ്ട്. ഇത് തേങ്ങയൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് കയറിയാൽ അത്യാവശ്യം ടൈം പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണാൻ നിന്നില്ല. സൂവിൽ അത്യാവശ്യം സമയം പോകും, കുറേ നടന്ന് കാണാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറാൻ നിന്നില്ല. ഇനി വേറൊരു ഡേ വരുമ്പം ഇതിനകമൊക്കെ കയറി കാണാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മെയിനായിട്ടും പറയാൻ തോന്നിയത് ഇവിടുത്തെ പുറത്തുള്ള ആംബിയൻസ് ഒക്കെയാണ്. അതൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. ഒരു മിനി ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും, വന്നാൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ്.
ഗൈസ് സെക്കൻഡ് സ്പോട്ടായ സൂയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഈ സ്പോട്ടിൽ വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒരു വെർത്താണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 സ്പോട്ട് അറ്റ് എ ടൈം കാണാൻ പറ്റും. മ്യൂസിയവും സൂവും അതേപോലെ ഒരു മിനി അക്വേറിയം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് 3 സ്പോട്ടും ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ മോർണിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കും ഇതെല്ലാം അത്യാവശ്യം നല്ലപോലെ കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാണ് മനസ്സിലായത് ഒരു ദിവസം തന്നെ വേണം ഇതെല്ലാം അത്യാവശ്യം കവർ ചെയ്യണമെങ്കിൽ. ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 40 റുപ്പീസ് ആണ്. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. നടന്ന് കാണാൻ അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇലക്ട്രിക് കാറും ഇവിടെ അവൈലബിൾ ആണ്. സോ അത് നമുക്ക് എടുക്കാൻ പറ്റും. അയ്യോ എൻട്രൻസിൽ നിന്ന് കയറി അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇതുപോലുള്ള കാട്ടുപോത്തുകളെയും സിംഹവാലൻ കുരങ്ങുകളെയൊക്കെയാണ് കേട്ടോ. ഗൈസ് എൻ്റെ അനിയന്മാരൊക്കെ ദേ ഇവിടെ ഇരിക്കുന്നു. അല്ലേ അനിയെ? ഗൈസ് ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്. കാരണം എനിക്ക് സൗണ്ട് ഇല്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം കുറച്ചെങ്കിലും ഉണ്ട്. വീഡിയോസ് ഒക്കെ കുറച്ചൊക്കെ എടുത്തു വെക്കും. ബട്ട് എനിക്കൊന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം വോയിസ് ഒന്നും ഇല്ലാതെ എന്ത് വീഡിയോ, അതാ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചെങ്കിലും ഉണ്ട്. എങ്കിലും മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കാം. അങ്ങനെ വരെ സെറ്റപ്പാണ് ഗൈസ് ജീവിക്കാൻ. വന്നപ്പോ തൊട്ട് കുന്തിരിക്കം മാത്രം കാണണം. കുന്തിരിക്കം അങ്ങനെയാണോ വായിക്കുന്നത് അറിയില്ല. ഇതെന്താ കന്നങ്ക മരോ? എന്ത് സാധനം. മലയാളം വായിക്കാൻ കുറച്ച് വീക്കാണ് ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യണേ. നക്ഷത്രമാണ് ഗൈസ്. പിന്നെ പലതരത്തിലുള്ള മാനുകളെ കാണാൻ പറ്റി. പുള്ളിമാൻ, പേടമാൻ, കസ്തൂരിമാൻ. ഇതിൻ്റെയൊക്കെ പേര് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പലതരത്തിലുള്ള മാനുകളെ കണ്ടു. എങ്കിലും വെറൈറ്റി ആയിട്ട് തോന്നിയത് വൈറ്റ് കളറിലുള്ള മാനുകളായിരുന്നു. ഞാൻ അതിനെ അങ്ങനെ കണ്ടിട്ടില്ല. മൈസൂർ സൂവിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും വൈറ്റിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇതിനെയും കാണാൻ അത്യാവശ്യം നല്ലതായിരുന്നു. എല്ലാത്തിൻ്റെയും പേരുകൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതെന്തായാലും മാനിൻ്റെ ഒരു ഇനമാണ്, പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല. ഗൈസ് ബാഹുബലിയിലെ പോത്തും കുട്ടി. മാൻ തന്നെ ഒരു കൊമ്പുള്ള മാന്, വെള്ള കളറിലെ മാനൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. ഗൈസ് താണ്ടെ പൽവാൽ ദേവന്റെ എന്താടാ? പശു അല്ല, ഇത് കാട്ടുപോത്ത്. അവിടെ കാണുന്നത് വേറൊരു തരം മാനാണ് ഗൈസ്. എനിക്കൊരു സംശയം, ഞങ്ങൾ വരുന്നുണ്ടെന്ന് ഇവർ ഓൾറെഡി അറിഞ്ഞെന്ന്. കാരണം സിംഹമാണെങ്കിലും പുലിയാണെങ്കിലും എല്ലാവരും നല്ല ഉറക്കവാ. ഒരു എനർജി ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് പിന്നെ ശല്യം ചെയ്യാനും പോയില്ല, ഉറങ്ങട്ടെ എന്ന് കരുതി. സിംഹം തന്നെ ഉറങ്ങാണ് ഗൈസ്. അല്ലേല് തുള്ളിച്ചാടി നടക്കുന്നതാ. അതായത് അതും കിടന്നുറക്ക, എന്ത് ചെയ്യാനാ.
ബട്ടർഫ്ലൈ പാർക്ക് എന്ന പേരും പിന്നെ കുറച്ചധികം കാർഡും 2-3 ബട്ടർഫ്ലൈസും അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് അതിനകത്ത്. അങ്ങനെ അവിടെ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അത്യാവശ്യം ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിയൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഗൈസ്. അങ്ങനെ സൂവിൻ്റെ ഒരുവിധം എല്ലാം കവർ ചെയ്തു, പറ്റുന്നൊക്കെ കണ്ടു. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാണ്, ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അത്യാവശ്യത്തിലേറെ തിരക്കുള്ളൊരു സ്ഥലമാണ്. ഒരു പൂരത്തിനുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടായിരുന്നു, കാരണം ഒരു സ്പോട്ടിൽ തന്നെ 2-3 സ്ഥലങ്ങൾ കാണാൻ പറ്റുമല്ലോ ഗൈസ്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. നമുക്കിപ്പോ ഇവിടെ സമയമില്ല, ഈ അക്വാറത്തിൽ കയറാനും സമയമില്ല, നമുക്ക് വേറെ സ്പോട്ട് പിടിക്കാനുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ദേ ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത്രയും വെയിൽ കൊണ്ട് നേരെ ഇവിടെ വന്ന് കുറച്ച് AC കിട്ടിയപ്പോൾ ഉള്ളൊരു സമാധാനം അത് പറയാൻ പറ്റാത്തതാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 3 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് വന്നത് ഫുഡൊക്കെ കഴിക്കാനാണ്. പിന്നെ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ ഫോൺ അപ്പോഴത്തേക്കും ഡെഡ് ആയിരുന്നു. പിന്നെ അതിന് ഡ്രിപ്പ് ഇടാൻ പോലും ഒരു സ്ഥലം ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഉള്ളതൊന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അതിലൊരു വിഷമം എന്തായാലും ഉണ്ട്. പ്ലാൻ ചെയ്യാതെ പോയത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ ഫോണിന്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റിയില്ല, ഒരു പവർ ബാങ്ക് പോലും എടുക്കാൻ പറ്റിയില്ല, കാരണം വ്ളോഗ് എടുക്കണമെന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഇത് പ്ലാൻഡ് ട്രിപ്പ് അല്ല. സോ ഇങ്ങനെയായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെയാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, ഒരു 2 kilometers ഉള്ളൂ എന്ന് അറിഞ്ഞത്. അങ്ങനെ ഇവിടുന്ന് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് തീരാറായി. എല്ലായിടത്തും പോയി, അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.